ഹലോ കുട്ടീസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വിഷ്ണുവേട്ടൻ്റെ മാമൻ്റെ മോളുടെ നിശ്ചയത്തിന് പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുക കേട്ടോ. ഇന്നലെ ഞാനൊരു റീൽസ് ഇട്ടിരുന്നു. അതിലുണ്ട് അവിടുത്തെ തലേ ദിവസത്തെ റീൽസ് മീൻസ് ഷോർട്സ് ആയിട്ടിട്ട്. അപ്പോൾ കണ്ടവർക്ക് അറിയാം ഇന്ന് ഞാൻ പോകുന്ന നിശ്ചയത്തിൻ്റെ വീഡിയോ ഒക്കെ ഇടാമെന്ന് പറഞ്ഞപ്പോൾ ലോങ് വീഡിയോ ഇടാമെന്ന് കരുതിയിട്ടോ. ഷോർട്സ് ആകുമ്പം തികയത്തില്ല, നിശ്ചയത്തിൻ്റെ അല്ലേ, കുറച്ച് ലോങ് തന്നെ ആയിപ്പോവും. അപ്പം ഞാൻ സാരി എടുത്തിട്ടുള്ളത്, കസിൻസൊക്കെ സാരി എടുക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരുതി സാരി എടുക്കാമെന്ന്. ആകെ സാരി എടുക്കുന്നത് ഇങ്ങനത്തെയൊക്കെ എന്തെങ്കിലും ഫംഗ്ഷനുള്ളപ്പോൾ കേട്ടോ. അല്ലാത്ത സമയത്തൊക്കെ കുർത്താ സെറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഇടുക. അപ്പോൾ ഞാൻ നെക്ക് പീസ് കണ്ടില്ല, അത് ഞാൻ മേടിച്ചത് ഓൺലൈനിലാട്ടോ, ഒരു ആനക്കുട്ടിയുടെ ചിത്രം ഉള്ളത്. പിന്നെ മോട്ടറിന് റെഡിയാക്കി കൊടുത്തപ്പോഴാണ് അവന് തൊട്ടടുത്ത് അവൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നപ്പോൾ അവരെ കൂടെ ഇരുന്ന് കളിക്കായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞു, ഏട്ടൻ കൂട്ടാൻ വന്നു. നമ്മൾ നേരെ ഇവിടെ നിശ്ചയ സ്ഥലത്തെത്തി. നമ്മുടെ ബ്രൈഡ് നല്ല സുന്ദരി മണിയായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കസിൻസ് എല്ലാവരും നല്ല സുന്ദരി കുട്ടീസായിട്ടാണ് ഒരുങ്ങി വന്നിട്ടുള്ളത്. എല്ലാവരും കൂടിയാകുമ്പോൾ നല്ല ജോലിയാട്ടോ. അതൊക്കെ വിഷ്ണുവേട്ടൻ്റെ കസിൻസ് പറഞ്ഞാൽ അമ്മയുടെ അനിയത്തിയുടെ മക്കളൊക്കെ കുറേ പേരുണ്ട്. അമ്മയുടെ അനിയത്തിമാർ തന്നെ കുറേ പേരുണ്ട്. അപ്പോൾ അങ്ങനെ അവരുടെ കുട്ടികൾ എല്ലാം കൂടി വലിയൊരു ഫാമിലി ആട്ടോ അവിടെ. ഞാനിവിടെ ഒറ്റ മുളകതിനെ കൊണ്ട് മീൻസ് അവിടെ എത്തിച്ചേരുമ്പോൾ എനിക്ക് എല്ലാവരും കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. മീൻസ് എല്ലാവരുമായിട്ട് കൂടി വർത്തമാനം പറഞ്ഞ് ഞാനിവിടെ ഒറ്റ മുള കേട്ടോ. ഞാൻ ഒരാളേ ഉള്ളൂ. പക്ഷേ ഏട്ടനൊരു അനിയനുള്ളത്. പക്ഷേ ഏട്ടൻ്റെ ഫാമിലി വലുത്, അമ്മയുടെ ഫാമിലിയൊക്കെ വലിയ ഫാമിലിയാണ്. അച്ഛൻ്റെ ഫാമിലി, അമ്മേൻ്റെ ഫാമിലി വലുത്. എന്താവട്ടെ. അപ്പോൾ നമ്മുടെ നിശ്ചയത്തിൻ്റെ ചടങ്ങൊക്കെ ഇവിടെ തുടങ്ങി. ഇവിടുത്തേന്ന് പറഞ്ഞാൽ ജാതകം കൂട്ടിക്കെട്ടുക മീൻസ് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് തോന്നുന്നു അല്ലേ. ഭൂരിപക്ഷ സ്ഥലത്തൊക്കെ അങ്ങനെ തന്നെ ജാതകം കൂട്ടിക്കെട്ടുമെന്ന് തോന്നുന്നു. പിന്നെ നമ്മുടെ എല്ലാ സ്ഥലത്തുള്ള പോലെ തന്നെ ഫോണ് കൈമാറി, പിന്നെ ചോക്ലേറ്റ്സ് കൊടുത്തു. അത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. പിന്നെ വളയിടലുണ്ടായിരുന്നു കേട്ടോ, അത് ഞാൻ എടുക്കാൻ വിട്ടുപോയി. നമ്മുടെ ഗ്രൂം വന്നിട്ടില്ല, മോതിരമാറ്റം ഉണ്ടായിരുന്നില്ല, കാരണം പെട്ടെന്ന് തന്നെ കല്യാണം ഉണ്ട്. അപ്പം മോതിരമാറ്റം ഇല്ല. അപ്പം ഇതൊക്കെയാണ് കേട്ടോ. ഏട്ടൻ്റെ അമ്മ ഉണ്ടായില്ല, അമ്മയുടെ അനിയത്തിമാരാണ്, 2 പേരേ ഇല്ലാത്തുള്ളൂ, ബാക്കിയൊക്കെ അനിയത്തിമാരാണ്. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിക്കാനിരുന്നു. എല്ലാവരും അവരുടെ എല്ലാവരും കഴിച്ചു പോയി. അവരുടെ ഫാമിലി ഫുള്ള് പോയി. പിന്നെ ഞങ്ങളെ ഫാമിലി ഇരുന്നു ഫുഡൊക്കെ കഴിക്കാൻ. നൂൽപ്പെട്ട്, പിന്നെ നമ്മുടെ നൈസ് പത്തിരി, മട്ടൻ സ്റ്റൂ ഉണ്ടായിരുന്നു. അതിന് ഞാൻ മട്ടൻ കൂട്ടാത്തത് കൊണ്ട് ഞാൻ നമ്മുടെ വെജ് സ്റ്റൂ വാങ്ങിച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ ബിരിയാണി വന്നു, ചിക്കൻ ചുക്ക വന്നു, അങ്ങനെ പലരും വന്നു. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെയും കസിൻസ് എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ ഫാമിലി ഫോട്ടോ വേറെ എടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോയി ഒന്ന് ഡ്രസ്സൊക്കെ മാറ്റി പിന്നെയും വേറെ സ്ഥലത്തു നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനുണ്ടായിരുന്നു. ഇവിടെ അടുത്ത് തന്നെയാണ് എൻ്റെ വീട് കേട്ടോ. അപ്പം അവിടെ പോയി ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി അവരുടെ കൂടെ ഫോട്ടോ എടുക്കാൻ വന്നത്. അവിടെ നിയറസ്റ്റ് ഒരു സ്ഥലം ഉണ്ടായിരുന്നു, അവിടെ വന്ന് ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. അപ്പോൾ പുല്ലിനെ കുറിച്ചുള്ള ഡിസ്കഷനാണ് അവിടെ നടന്നുകൊണ്ട് നിൽക്കുന്നത് കേട്ടോ. ഇത് ഏട്ടൻ്റെ കസിൻസാണ്. ഒന്ന് അനിയത്തിയാണ് ബ്രൈഡിൻ്റെ, ഇത് ഒരു കസിനാണ്. അപ്പോൾ നമ്മൾ പുല്ലിനെ കുറിച്ച് വിശകലനം നടത്തുകയാണ് എന്താണെന്നുള്ളത്. കുറേ ഞങ്ങളവിടെ തിരിഞ്ഞ് കളിച്ച് അവിടെ വേറെ ഒരു പരിപാടി നടക്കണ്ടായിരുന്നു ആ സ്ഥലത്ത്. അപ്പോൾ നമ്മൾ പെർമിഷൻ എടുത്തിട്ട് കുറച്ച് ഫോട്ടോസ്, നല്ല സ്ഥലമായതുകൊണ്ട് ഫോട്ടോസ് എടുക്കാൻ വന്നു. അങ്ങനെ പരിപാടീസൊക്കെ കഴിഞ്ഞ് നല്ല ജ്യൂസ് കുടിച്ചു. അത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ വീഡിയോ അത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ബൈ.